നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത്. അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം ഇടപെടുവാൻ പോകുന്നു. അസാധ്യമെന്ന് കരുതിയതും ഉത്തരം കിട്ടാത്തതുമായ ഏതൊരു പ്രശ്നത്തെക്കാളും വലിയവനായ ദൈവം നിങ്ങളുടെ സമീപത്ത് തന്നെയുണ്ട്. നമുക്ക് വേണ്ടി സഹായം ചോദിക്കുന്ന ഒരമ്മ നമുക്കുണ്ട്. കർത്താവായ യേശു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായവനാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുക. അടഞ്ഞെന്ന് തോന്നിയ വാതിലുകൾ തുറന്നു തരാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മ നിങ്ങളുടെ മുൻപിൽ തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ നിയോഗം എന്തു തന്നെയായിരുന്നാലും അത് സാധിച്ചു തരുവാൻ അമ്മ നിങ്ങൾക്കായി നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. നീ സന്തോഷവും സമാധാനവും അനുഭവിക്കും. നിരാശപ്പെടരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലുക. അതിനു മുൻപ് നിങ്ങളുടെ നിയോഗം, നിങ്ങളുടെ ആമേനും കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറന്നു പോകരുത്. കുറച്ച് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏതൊരു അസാധ്യ കാര്യങ്ങളെയും സാധ്യമാക്കാൻ കഴിവുള്ള അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ കരങ്ങളിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വസ്തുവകകളെയും എനിക്കുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. അവിടുന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥനയിലും പ്രത്യാശയിലും അനുദിനം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും വിശുദ്ധിയോടും വിവേകത്തോടും കൂടെ ഏതൊരു പ്രവൃത്തി ചെയ്യുവാനും അമ്മ ഞങ്ങളെ സഹായിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നല്ല ജീവിതത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ പ്രതീക്ഷകളിലൊക്കെ ഞങ്ങളാലാവും വിധം പ്രയത്നിച്ചിട്ടും സാധ്യമായതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾ നിരാശരാവുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ആഗ്രഹങ്ങളും നിഷ്ഫലമായി പോകുകയും ചെയ്യുമ്പോൾ ദൈവമാതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരേണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ദുർബലതകളെ പരിഹരിക്കണമേ. കരുണയോടെ അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും തളർച്ചകളിലും സർവം സാധ്യമാക്കുന്ന കൃപയുടെ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തണമേ. സകലതും നന്മയാക്കുന്ന ഈശോയുടെ തിരുഹിതത്തെ ഞങ്ങളിൽ നിറവേറ്റണമേ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ അമ്മേ മാതാവേ, അവിടുന്ന് തന്നെയാണ് എൻ്റെ അഭയവും ആശ്രയവും. ഈശോയിലൂടെ എനിക്ക് എല്ലാ നന്മകളും നൽകുന്നതും അമ്മ തന്നെയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും എപ്പോഴും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. അമ്മയുടെ എളിയവർ എത്ര ദുരിതം അനുഭവിക്കുന്നെന്ന് ഓർക്കണമേ. ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷം ദൈവമാതാവേ, അലിവോടെ ഞങ്ങളിൽ അവിടുത്തെ സമാധാനവും തകർച്ചകളിൽ നിന്ന് ഞങ്ങൾക്ക് ഉയർച്ചയും നൽകണമേ. ഞങ്ങളെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവത്തിലാണ് ഞങ്ങൾ അഭയം തേടുന്നത്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം പരിഹരിക്കുവാൻ ശക്തിയുള്ള അമ്മയിലാണ് ഞങ്ങൾ മാധ്യസ്ഥം തേടുന്നത്. ദൈവമാതാവേ, അതിനാൽ ഞങ്ങൾ ഒരിക്കലും തളർന്നു വീഴുകയില്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. കരുണയുടെ മാതാവേ, ആശ്വാസം പകർന്നു തരണമേ. കരുത്തും ബലവും ഞങ്ങൾക്ക് നൽകണമേ. ഓരോ പുലരിയിലും പുതിയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന അങ്ങേക്ക് ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു.
അങ്ങേ മാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥവും സഹായവും തേടിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ. പ്രത്യേകമായ ഒരു നിയോഗം ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രതിസന്ധികൾ അവിടുന്ന് കാണണമേ. പ്രത്യാശ നൽകി ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കണമേ. ഞങ്ങൾ ചോദിക്കുന്നത് എന്തും നൽകുവാൻ ശക്തിയുള്ള അമ്മേ, ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളതായ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഈ അപേക്ഷയും സാധ്യമാക്കി തരുവാൻ അവിടുത്തെ അത്ഭുത ശക്തി ഞങ്ങൾക്കായി പ്രവർത്തിപ്പിക്കണമേ. ദൈവമാതാവേ, ഞങ്ങൾ അർഹിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് മുന്നോട്ട് നയിക്കുന്നുവല്ലോ. അമ്മയുടെ ഭക്തരായ ഞങ്ങൾ ഓരോരുത്തരുടെയും നിലവിളി അവിടുന്ന് കേൾക്കണമേ. എൻ്റെ കഷ്ടതയുടെ നടുവിലും എൻ്റെ യാചനകൾക്ക് ഉത്തരം തരുന്ന അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളും രോഗങ്ങളും മറ്റു പലവിധ പ്രതിസന്ധികളും മൂലം മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതം വളരെ പ്രയാസം നിറഞ്ഞതും നിരാശാജനകവും ആകുമ്പോൾ അമ്മ തന്നെ എൻ്റെ സഹായത്തിന് ഓടിയെത്തണമേ. എൻ്റെ പ്രാർത്ഥനകൾക്ക് ചെവി തരുന്നവളായ അമ്മേ മാതാവേ, എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അവിടുന്ന് മറുപടി തരണമേ. അങ്ങേപ്പോലെ എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന വേറെ ആരുമില്ല ഈ ലോകത്തെന്ന് ഞാൻ അറിയുന്നു. എൻ്റെ വേദനകളിൽ ആശ്വാസമേകണമേ. എൻ്റെ വീഴ്ചകളിൽ താങ്ങായി എന്നോടൊപ്പം നടക്കണമേ. എൻ്റെ യാചനകൾക്ക് ഉത്തരം നൽകണമേ. എല്ലാ പ്രതിബന്ധങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറ്റി തരണമേ. പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിവേശിപ്പിക്കണമേ. വിശുദ്ധിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടി ഞങ്ങൾക്ക് നിർവഹിച്ചിട്ടുള്ള എല്ലാ കർത്തവ്യങ്ങളും അനുഷ്ഠിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളെ നയിക്കണമേ. ഇതുവരെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. സകല കൃപകൾക്കും ദാനങ്ങൾക്കും നന്ദിയായി അമ്മയെ ഞങ്ങൾ പ്രഘോഷിക്കുന്നതാണ്. അമ്മയോടുള്ള ഭക്തിയിൽ ജീവിക്കുമ്പോൾ ദൈവഹിതം നിറവേറ്റാനും അവിടുത്തെ തിരുമനസ്സറിയുവാനും ഞങ്ങൾ പ്രാപ്തരാകും. അതുവഴി ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും നീങ്ങിപ്പോകുമെന്നും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. നീറുന്ന പ്രയാസങ്ങൾക്കിടയിലും അങ്ങയുടെയും കുരിശിലെ ഈശോയുടെയും തിരുമുഖം ദർശിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും പ്രാപ്തരാക്കണമേ. അങ്ങയുടെ സ്നേഹമാകുന്ന കരത്തിൻ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മുന്നേറാൻ എന്നെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാൻ ബലഹീനരായ ഞങ്ങളെ അമ്മ ശക്തരാക്കണമേ. എൻ്റെ മനസ്സിലെ ഭാരങ്ങളെ കൃപകളാക്കി മാറ്റണമേ. എൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കണമേ. എത്രയും ദയയുള്ള അമ്മേ, എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ ഭക്തരായ ഓരോ മക്കൾക്കും അമ്മയുടെ മാധ്യസ്ഥവും പിന്തുണയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ എല്ലാ വേദനകൾക്കും കഷ്ടപ്പാടുകൾക്കും അവിടുന്ന് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ആമേൻ.